സാഹിത്യത്തിലെ പുരോഗമനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മണ്ണ് സംഭാവന ചെയ്ത രണ്ട് പ്രഗത്ഭ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരാണ്, ഇന്ത്യയോളം വളർന്ന രണ്ട് മാർക്സിസ്റ്റ് പണ്ഡിതന്മാരാണ് സഖാവ് EMS-ഉം സഖാവ് K. ദാമോദരനും. ഈ രണ്ടുപേരും കൂടി നടത്തിയിട്ടുള്ള സംവാദങ്ങൾ, ആശയവിനിമയങ്ങൾ, സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അവർ നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പൊന്നാനി താലൂക്കിലെ കർഷക സമ്മേളനത്തിന് അവതരിപ്പിക്കാൻ വേണ്ടി പാട്ടബാക്കി സഖാവ് K. ദാമോദരൻ എഴുതാൻ പറഞ്ഞത് സഖാവ് EMS ആണ്. ആ നാടകം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ മാത്രമല്ല അടിസ്ഥാന വിഭാഗത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് വഴിതെളിയിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അവരെല്ലാം ഗഹനമായി ചിന്തിച്ചതാണ് ഭാവി ഇന്ത്യയെക്കുറിച്ച്, ഭാവി ലോകത്തിനെക്കുറിച്ച്. ഇന്ന് എന്ത് നടക്കുന്നു അത് നാളെ പ്രതിഫലിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. കേരളം എൻ്റെ മാതൃഭൂമി എന്നുള്ള പ്രശസ്തമായിട്ടുള്ള പുസ്തകം എഴുതുമ്പോഴും മറ്റു വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചന നടത്തുമ്പോഴുമെല്ലാം രചിക്കാൻ വേണ്ടി രചിച്ചതല്ല, അതൊന്നും വളരെയധികം ലക്ഷ്യബോധത്തോടുകൂടി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപകാരപ്രദമാകാനും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിന്തിക്കാനുള്ള ഒരു പ്രചോദക ഘടകമായിട്ടത് മാറണമെന്നുള്ള ഉത്തമ ലക്ഷ്യബോധം ഇവർക്കുണ്ടായിരുന്നു. വായിച്ച് അനന്തമായ വായനയുടെ മേഖലയിലേക്ക് എത്തുക. സഖാവ് EMS എത്ര പുസ്തകം വായിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും നമുക്കൊന്നും പിടികിട്ടില്ല. ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ചൊരു കഥയുണ്ട്. റസ്സൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ചോദിച്ചു, അങ്ങ് എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് ജീവിതത്തിലെന്ന്. ഇപ്പോൾ വിശ്വചിന്തകനായിട്ടുള്ള ബെർട്രാൻഡ് റസ്സലിൻ്റെ ഒരു മറുപടി, ഞാൻ ഏതാണ്ട് ഒരു 10,000-15,000 പുസ്തകം വായിച്ചിട്ടുണ്ടാകും, കൂടുതൽ വായിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു, അതാണ് എൻ്റെ ദുഃഖമെന്നും. അപ്പം ആ കാലഘട്ടത്തിലെ വലിയ ചിന്തകന്മാർ മുഴുവൻ വായനയിലൂടെ നേടിയെടുത്തിട്ടുള്ള വിവരവും വിജ്ഞാനവും ലോകത്തിന് പകർന്നു കൊടുത്തു, സമൂഹത്തിന് പകർന്നു കൊടുത്തു. സാഹിത്യത്തിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് എഴുത്തുകാരും അല്ലെങ്കിൽ അത് രചിക്കുന്നവരും സമൂഹത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധത പുലർത്തിക്കൊണ്ട് സമൂഹത്തിനെ പുതിയ രീതിയിൽ ചിന്തിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി എഴുതുമ്പോഴാണ് അത് പുരോഗമന സാഹിത്യമായിട്ട് മാറുന്നത്. ചിലപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ പുരോഗമനത്തിന് അന്തർദേശീയ ബാന്ധവമൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കാണാം. 1930-കളിൽ പാരീസിൽ വെച്ച് നടന്ന ലോകത്തിലെ പ്രോഗ്രസീവ് റൈറ്റേഴ്സിൻ്റെ സമ്മേളനത്തിൽ വിശ്വസാഹിത്യകാരന്മാരും ചിന്തകന്മാരുമായ റൊമൈൻ റോളൻഡും മാക്സിം ഗോർക്കിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആ സമ്മേളനത്തിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യയിൽ 1936-ൽ നടന്നിട്ടുള്ള ആദ്യത്തെ പുരോഗമന സാഹിത്യകാരന്മാരുടെ സമ്മേളനത്തിൽ പ്രതിഫലിച്ചതായിട്ട് നമുക്ക് കാണാം, പ്രേംചന്ദിൻ്റെ നേതൃത്വത്തിൽ. പിന്നീട് ഈ പാരീസിൻ്റെയും ഈ ഇന്ത്യയിൽ നടന്ന സമ്മേളനത്തിൻ്റെയും പ്രതിധ്വനികൾ കേരളത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ജീവൽ സാഹിത്യ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സാഹിത്യകാരന്മാർ ജനങ്ങളോട് പറഞ്ഞത് സാധാരണ ജനങ്ങളുടെ പുരോഗമനത്തിനും സാധാരണ ജനങ്ങളെ സാമൂഹിക മാറ്റത്തിൻ്റെ ചാലക ശക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം സാഹിത്യം എന്നുള്ളതാണ്. അതിനും മലപ്പുറം ജില്ലയാണ് മാതൃക കാണിച്ചു കൊടുത്തത്. ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും സാഹിത്യത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ചൊക്കെ ലോകം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ശൂദ്രനിൽ ശൂദ്രനായിട്ടുള്ള ഒരാള്, എല്ലാവർക്കും നാമം ജപിക്കാം, പതിതനും ചണ്ടാലനും എല്ലാവരും നാമം ജപിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പുരോഗമനത്തിൻ്റെ പാത കാണിച്ചു കൊടുത്തു. മലയാള ഭാഷയുടെ പിതാവ്. ഇപ്പുറത്തുള്ള ഒരാളാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ ആശയങ്ങളെ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, വിമർശനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും നോക്കാതെ ഏറ്റവും ഗൗരവപരമായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ജ്ഞാനപ്പാന എഴുതിയത്. അപ്പൊ സാഹിത്യത്തിന്റെ പുരോഗമനം പറയുന്നതിന് മുമ്പ് എഴുത്തച്ഛനും പൂന്താനവും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ലോകത്തിന് ഒരു ദിശ കാണിച്ചു കൊടുത്തു, എങ്ങനെ എഴുതണം, എന്ത് ചിന്തിക്കണമെന്ന്. ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പൊ തുഞ്ചത്തെഴുത്തച്ഛനിലൂടെയും പൂന്താനത്തിലൂടെയും വന്ന ആ പൈതൃകം, ഭാഷയുടെ ഏറ്റവും സഞ്ചിതമായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകം കുഞ്ചൻ നമ്പ്യാരിലൂടെ വന്ന് കവിത്രയങ്ങളിലൂടെ അത് പ്രതിധ്വനിച്ച് കേരളത്തിൻ്റെ മുന്നിൽ നിന്നും. അവരെല്ലാം എഴുതിയത് സാമൂഹിക മാറ്റത്തിൻ്റെ ചിന്തകൾ, സാധാരണക്കാരനെ മുന്നണിപ്പടയാളികളാക്കി അവർ മാറ്റുന്നു.
വരേണ്യവർഗത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പ്രേമമോ പ്രണയ രംഗങ്ങളോ പ്രേമ നൈരാശ്യങ്ങളോ ഒന്നുമല്ല ഇവർ ഈ ലോകത്തോട് പറഞ്ഞത്. പിന്നീട് സാഹിത്യം പിന്നെയും പുരോഗമി കുറച്ചുകൂടി കടന്നുപോയ സമയത്ത് സാധാരണക്കാരനായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വിപ്ലവം നടത്തി കേരളത്തിൻ്റെ മണ്ണിൽ. ഓടയിൽ നിന്ന് എന്നുള്ള കഥാപാത്രത്തിൽ ആ ഗ്രന്ഥത്തിലെ കഥാപാത്രത്തിനെ ആദർശവൽക്കരിച്ചൊരു പ്രതിബിംബമായി കേശവദേവ് ആവിഷ്കരിച്ചുവെങ്കിൽ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ ഓടയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഏറ്റവും വലിയ വീരപുരുഷന്മാരാക്കി മാറ്റി. എട്ടുകാലി മമ്മൂഞ്ഞുമാരും രാമൻ നായരുമാരും എല്ലാം ഓടയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവരിലൂടെ രചന നടത്തി, അവരെ മുൻപന്തിയിൽ നിർത്തി രചന നടത്തി. ഇതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചിന്തകൾ വലിയ സംഭാവന ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തില് സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ രൂപം വന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകൾ ഈ സോഷ്യലിസ്റ്റിക് റിയലിസം എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ നേതൃത്വത്തിലൂടെ എടുത്തിട്ടുള്ള ആ സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് മാത്രം എന്നുള്ള ഒരു ധ്വനിയിൽ കൂടെ വളർന്നു വന്നപ്പോൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ പ്രത്യേക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ സാമൂഹികമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും വിവരണം നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത ഈ പ്രസ്ഥാനത്തിന് അന്തർദേശീയ തലത്തിൽ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഭാഷാഭൂഷണി പ്രസംഗത്തിൽ സഖാവ് EMS നടത്തിയ വിശ്വപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ഒരു ചെറിയ രൂപത്തിൽ ചിന്തിക്കലല്ല, ഒരു ചട്ടക്കൂടിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സങ്കുചിത മനസ്സിന് പകരം വിശാലമായ മനസ്സോടുകൂടി ചിന്തിച്ചുകൊണ്ട് രചനകൾ നടത്തണമെന്ന് സഖാവ് EMS ഉദ്ഘോഷിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മനസ്സ് വിശാലമാക്കലാണ് ഏറ്റവും വലിയ കടമ മനുഷ്യന്റെ. അന്നത്തെ നേതാക്കന്മാരുടെ മുഴുവൻ മനസ്സും വിശാലമായിരുന്നു. ടാഗോർ പറഞ്ഞല്ലോ, മാഷ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ, ടാഗോർ തന്റെ കിളിവാതിൽ തുറന്നിടുന്നത് പോലെ മനസ്സ് തുറന്നിട്ടു പഴയകാല സഖാക്കൾ മുഴുവൻ. എല്ലാ വിജ്ഞാനത്തിനെയും അവർ സ്വായത്തമാക്കി. ആ മനസ്സ് തുറന്നിട്ടുകൊണ്ട് ലോകത്തിന്റെ വിജ്ഞാനത്തിനെ മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള അദമ്യമായ ആഗ്രഹം, ആ ഇച്ഛാശക്തി ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിച്ചു, സാഹിത്യ ലോകത്തിനെ മുന്നോട്ട് നയിച്ചു. എല്ലാ മനുഷ്യരും സാഹിത്യത്തിൽ അടങ്ങണം. ഇതൊരു തമ്പ്രാക്കന്മാർക്കും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർക്കും അല്ലെങ്കിൽ വരേണ്യ വിഭാഗത്തിൻ്റെയും മാത്രം ജീവിത സമ്പ്രദായങ്ങൾ മാത്രം ആവിഷ്കരിക്കപ്പെട്ടാൽ പോരാ. സാധാരണക്കാരുടെയും അടിത്തട്ടിലുള്ളവരുടെയും കീഴാള ജനതയുടെയും പ്രശ്നങ്ങളും എല്ലാം അവതരിപ്പിക്കപ്പെടണമെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഈ പ്രസ്ഥാനം ലോകത്തിന് നൽകി. ഈ സാഹിത്യ പ്രസ്ഥാനം ജാതി മത ബോർഡുകൾ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്തു. അത്തരത്തിലുള്ള വലിയൊരു സംഭാവന നൽകിയതാണ് ഈ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ വശം. എന്ത് സംഭവങ്ങൾ നടന്നാലും സാഹിത്യത്തിലൂടെ, രചനകളിലൂടെ ചരിത്രത്തിനെ അവർ ഉൾക്കൊണ്ടു, ചരിത്രത്തിനെ അവർ വ്യാഖ്യാനിച്ചു, നിരീക്ഷിച്ചു. ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം നടക്കുന്ന സമയം. രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞ് സമാശ്വസിക്കുകയൊന്നും വേണ്ട ആരും. അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമാക്കി നിർത്താൻ അവർക്കറിയാം. കാരണം ഈ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഇന്ത്യയുടെ ചിന്തയെ, ഇന്ത്യയുടെ മസ്തിഷ്കത്തിനെ മുഴുവൻ അവർ വർഗീയതയുടെ ഏറ്റവും വലിയ വിഷലിപ്തമായ ആശയങ്ങൾ കൊണ്ട് പരിണാമത്തിന് വിധേയമാക്കി. ജാതി മത ചിന്തകളുടെ ഏറ്റവും വലിയ വിഷപ്പുക ഓരോ മനുഷ്യ മനസ്സിലേക്കും കടത്തിവിട്ടു. ഇവിടെ സൂചിപ്പിച്ച അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഏറ്റവും വലിയ കോട്ടകൾ അവൾ പടുത്തുയർത്തി. സാഹിത്യത്തിൻ്റെ മാളികകളിലേക്ക്, സാഹിത്യത്തിൻ്റെ വിശ്വഗോപുരങ്ങളിലേക്ക് ഈ ഫാസിസത്തിനെ എതിർത്തുകൊണ്ട്, അനാചാരത്തിനെ എതിർത്തുകൊണ്ട്, അന്ധവിശ്വാസത്തിനെ എതിർത്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വലിയ രചനകളൊന്നും നടത്തപ്പെട്ടിട്ടില്ല. ബഷീർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പൂർവസൂരികളായ മഹാസാഹിത്യകാരന്മാർ പറഞ്ഞതുപോലെ, മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സഹൃദയത്വത്തെക്കുറിച്ച് ഇന്ന് പറയാൻ എത്ര പേരുണ്ട്? ഇന്ന് പലർക്കും പേടിയാണ് ഫാസിസത്തിന്. ശബ്ദിക്കില്ല. ഫാസിസത്തിന്റെ ഏറ്റവും
അടുത്ത കൂട്ടുകാരൻ്റെ പേര് തന്നെ മൗനം എന്നുള്ളതാണ്. വിജയമാഷ് അത് ഇടയ്ക്കിടയ്ക്ക് പറയും. വിജയമാഷ് ഫാസിസത്തിനെ കുറിച്ച് എഴുതിയ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിനു മുമ്പ് MN റോയ് എഴുതിയിട്ടുള്ള ഫാസിസത്തിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. ഇതിലൊക്കെ പറയുന്ന കൃത്യമായ പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫാസിസത്തിന്റെ അടുത്ത കൂട്ടുകാരൻ മൗനമാണ്. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും മൗനത്തിലാണ്. ആ മൗനം കൈക്കൊള്ളുന്ന സമയത്ത് നേരത്തെ സഖാവ് EMS സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ പഴയ സഖാവ് വൈക്കം മുഹമ്മദ് ബഷീർ എടുത്തിരുന്നൊരു ആ പ്രക്രിയ പോലെ ഇന്ന് ശബ്ദിക്കാൻ അല്ലെങ്കിൽ വിരൽ ചൂണ്ടുവാൻ ആളുകളില്ല. ജനാധിപത്യം എപ്പോഴും വളരുക ചോദ്യം ചെയ്യുമ്പോഴാണ്. ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ചോദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ആര് ചോദിക്കും ചോദ്യങ്ങൾ? തെരഞ്ഞെടുപ്പിൽ വലിയൊരു മറുപടി ജനങ്ങൾ കൊടുത്തുവെങ്കിലും ഇത് ശാശ്വതമായൊരു മറുപടിയായിട്ട് മാറണം. ഇനിയും ഒരുപാട് പണികൾ എടുക്കാനുണ്ട്. ആ ജനങ്ങളെ പ്രചോദിപ്പിക്കാനുള്ള ചിന്തകൾ കൊടുക്കേണ്ട ഉത്തരവാദികളാണ് സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ താത്വിക ചിന്തകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും. പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തകന്മാരായിരുന്നു, സാഹിത്യകാരന്മാരായിരുന്നു, വലിയ തരത്തിലുള്ള വിജ്ഞാന ശിരോമണികളായിരുന്നു. P. ഗോവിന്ദപിള്ളയെ കേരളം വിളിച്ചിരുന്നത് ലിവിങ് എൻസൈക്ലോപീഡിയ എന്നുള്ളത്. NE ബാലറാം, ഉണ്ണിരാജ, EMS ഇതൊക്കെ പറഞ്ഞാൽ അവർക്കറിയാത്ത വല്ല വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള അങ്ങനെയുള്ള വലിയൊരു വിജ്ഞാനം അവരുടെ ചിന്തയിൽ അവർക്ക് സ്വായത്തമാകുമ്പോൾ അവർ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ദർശനങ്ങളെ അവർ വ്യാഖ്യാനിച്ചു, വസ്തുനിഷ്ഠമായി വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഇന്ത്യൻ ദർശനങ്ങളുടെ മുഴുവൻ ദുർവ്യാഖ്യാനത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഈ ദശകങ്ങളിൽ ഫാസിസം അടക്കി ഭരിച്ചത് ഇന്ത്യ. ഇപ്പൊ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുക്തിരഹിതമായ ചിന്തകൾ പാഠപുസ്തകങ്ങളിലേക്ക് പകർത്തിക്കൊണ്ട്, അശാസ്ത്രീയമായ ചിന്തകൾ പാഠപുസ്തകങ്ങളിലേക്ക് പകർത്തിക്കൊണ്ട് ചിന്താമണ്ഡലത്തിനെ അവർ പ്രാകൃതമാക്കി. പുരോഗമന സാഹിത്യകാരൻ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവരാകണം, യുക്തിപരമായി ചിന്തിക്കുന്നവരാവണം. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നാൽ, യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഫാസിസ്റ്റുകൾ അടുത്തു വരും. നിർത്തൂ എഴുത്ത്. പെരുമാൾ മുരുകനോട് ചെയ്തത് നമുക്കറിയാം. എഴുത്തു നിർത്തിക്കോളൂ, അല്ലെങ്കിൽ വധഭീഷണി ഉണ്ടാക്കും. വധിച്ചു ഗൗരി ലങ്കേഷിനെയും കൽബുർഗിയെയും ഗോവിന്ദ് ബൻജാരിയെയും എല്ലാം. പക്ഷേ അവർ വധിക്കപ്പെട്ടാലും അങ്ങനെ ഒരുപാട് പേരുടെ നേർക്ക് നോക്കി വിരൽ ചൂണ്ടിയിട്ട് അവരെ കൊണ്ട് എഴുത്തു നിർത്തിപ്പിച്ചുവെങ്കിലും പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ അത് വായിക്കുന്ന വായനക്കാരൻ ഉച്ചത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കണം ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉപകരണമാണ് പുസ്തകം. വായന മരിച്ചു എന്നൊക്കെ പലരും ഇപ്പൊ പറയുന്നുവെങ്കിലും വായന മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഗഹനമായ വായന കുറഞ്ഞു വരുന്നു. പലരും വായിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്, യുവാക്കളും വായിക്കുന്നുണ്ട്, യുവതികളും ഒക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച്, ഗഹനമായ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള വായന കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു സത്യമാണ് കേരളത്തിലടക്കം. സാമ്പ്രദായികമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിരുന്നു സഖാവ് EMS. അപ്പൊ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ജനകീയ ആസൂത്രണത്തിന്റെ കാര്യം എത്ര ദശകങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് വിഭാവനം ചെയ്തു. ഭാവന ചെയ്യാനുള്ളൊരു ദൈക്ഷണികത ഉണ്ടാവണം. ഒരു രാഷ്ട്രീയ നായകനായാലും ശരി, സാഹിത്യകാരനായാലും ശരി, ഒരുപാട് ഇമാജിനേറ്റീവ് പവർ വേണം. ആ ഇമാജിനേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു ജനതയെ പ്രചോദിപ്പിക്കാൻ സാധിക്കുക. ആ ജനതയെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സർഗാത്മകതയോടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ജീവിതം. മനുഷ്യന്റെ ഉള്ളിൽ ആന്തരികമായിട്ട് സർഗാത്മകതയുണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യനും അത് അറിയുന്നില്ല. ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ 10, 75, 80, 85 വയസ്സിൽ മരിക്കുന്നത് വരെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നു. തൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഇന്റീരിയോറിറ്റിയെ പരിശോധിച്ചുകൊണ്ട് ഒരു സൃഷ്ടിപരമായിട്ടുള്ള തൻ്റെ ആന്തരിക സത്തയെ പുറത്തു കൊണ്ടുവരുവാൻ പലരും ഭൂരിഭാഗവും ശ്രമിക്കുന്നില്ല. അതിവിടെയാണ് മാർക്സ് വ്യതിരക്തനാകുന്നത്, ഏംഗൽസ് വ്യതിരക്തനാകുന്നത്, പലരും വ്യതിരക്തനാകുന്നത്. അവരൊക്കെ അവരുടെ സർഗാത്മകയെ വളർത്തിക്കൊണ്ട് ലോകത്തിന്, വിജ്ഞാനത്തിനെ എറിഞ്ഞുകൊടുത്തു. എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര ചിന്തകൾ. ആ ചിന്തകൾ ലോകത്തിന്റെ സാമൂഹിക മാറ്റത്തിന് വഴിതെളിച്ചു. പല ചിന്തകന്മാരുടെയും ചിന്തകൾ. കേരളത്തിലെ നവോത്ഥാനം പിറന്ന മണ്ണ്. ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പനും ഒക്കെ ഈ കേരളത്തോട് പറഞ്ഞിട്ടുള്ള
ഉപദേശങ്ങൾ, ചിന്തകളെല്ലാം ഇവിടുത്തെ സാഹിത്യരംഗത്ത് ആ കാലഘട്ടത്തിൽ പ്രതിഫലിച്ചു. അങ്ങനെയാണ് സാഹിത്യം മുന്നോട്ട് പോയത്. ആ സാഹിത്യം മുന്നോട്ട് പോയപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പ്രതിജ്ഞാബദ്ധതയായിരുന്നു ജനത്തിനോടും സമൂഹത്തിനോടും. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ കുടിയൊഴിക്കപ്പെട്ടാലും എവിടെ കുടിയൊഴിക്കപ്പെട്ടാലും ആ കുടിയൊഴിപ്പിക്കലിനെതിരെ എടശ്ശേരി ശബ്ദിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും ലോകവീക്ഷണത്തിന്റെ ഉടമയായിരിക്കണം, സർവദേശീയതയായിരിക്കണം അവന്റെ മുഖമുദ്ര, സാഹോദര്യവും സഹിഷ്ണുതയുമായിരിക്കണം അവനെ മുന്നിലേക്ക് നടത്തേണ്ടത്. അപ്പൊ അത്തരത്തിൽ എടശ്ശേരി എഴുതുന്നു, ആ പൊന്നാനിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഉറൂബ് എന്ന് പറയുന്ന കഥാകാരൻ സുന്ദരന്മാരെ എന്ന് ഈ മലയാളത്തിനെ വിളിച്ചു, ലോക മനുഷ്യരെ വിളിച്ചു. മനുഷ്യരെല്ലാം സുന്ദരന്മാരും സുന്ദരികളും. ഇന്ന് മനുഷ്യനെ ജാതിയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിച്ചുകൊണ്ടുള്ള ഈ ഫാസിസ്റ്റ് രചനകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, വർഗീയ രചനകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനെതിരെ പ്രതിരോധിക്കാൻ വായനാ സമൂഹത്തിന് വലിയൊരു കഴിവുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇടതുപക്ഷത്തിന്റെ അപജയം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് 8 സീറ്റാണ്. ഒരു കാലഘട്ടത്തിൽ 50, 60, 65 സീറ്റുകൾ ഉണ്ടായിരുന്നു പാർലമെന്റിൽ. ഇന്നിപ്പോ 8 സീറ്റായിട്ട് ചുരുങ്ങുന്നതിന്റെ പ്രഥമ കാരണം, നമ്മളൊക്കെ ഒരു ആധികാരിക വക്താവൊന്നല്ല ഒരു പാർട്ടിയുടെയും, വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതിലെ പ്രബലമായിട്ടുള്ള കാരണം ഈ വായനയുടെ ഈ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ്. ചിന്തകൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. സാമ്പ്രദായിക രീതികളിലൂടെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ലോകത്തിനെ മാറ്റാൻ കെൽപ്പുള്ള, അതാണ് ലക്ഷ്യമായിട്ട് കരുതിയിട്ടുള്ള പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല. ചിന്തകളെ പുതുതായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ആ മാറ്റം സമസ്ത മേഖലകളിലും പ്രതിഫലിക്കുന്ന മാറ്റമായിരിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മതപരമായ, സാഹിത്യപരമായ മേഖലകളിലെല്ലാം പ്രതിഫലിപ്പിക്കുന്ന മാറ്റത്തിനെ ഉൾക്കൊള്ളുവാൻ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ആള് തയ്യാറാകണം. ആത്മപരിശോധന സത്യസന്ധമാകണം. സോക്രട്ടീസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രസിദ്ധമായൊരു വാചകമുണ്ട്, എ ലൈഫ് വിതൗട്ട് ഇൻട്രസ്പെക്ഷൻ ഈസ് യൂസ്ലെസ്. ആത്മപരിശോധന നടത്താത്തൊരു ജീവിതം ഉപയോഗശൂന്യമാണ്. EMS ആയാലും മഹാത്മാഗാന്ധി ആയാലും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ ഈ ആത്മപരിശോധന നടത്തിയത് അവർ നേടിയെടുത്തുള്ള വിജ്ഞാനം അവരെ അതിന് സഹായിച്ചു. പുസ്തകം വായിച്ച് വിജ്ഞാനം നേടുക എന്ന് മാത്രമല്ല, ആ നേടിയ വിജ്ഞാനം അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് അവർക്കൊരു സമൂഹത്തിനെ നയിക്കാൻ സാധിച്ചത്. എക്സംപ്ലററി മോഡൽസ് ആയിട്ട് അവർ മാറി, മാതൃകാ പുരുഷന്മാരായി. ഇന്ന് ഇന്ത്യയിൽ ഏതാ മാതൃകാ പുരുഷൻ എന്ന് വെച്ചാൽ ഒരാൾക്കും ഒരു മറുപടി ഉണ്ടാവില്ല. എങ്ങനെ നമ്മുടെ രാജ്യം അങ്ങനെയായി? ഇവരൊക്കെ ജനിച്ചിട്ടുള്ള രാജ്യത്ത് സാഹിത്യത്തിൽ അതുല്യ പ്രതിഭകളായിട്ട് ഇപ്പൊ കവിത്രയങ്ങൾ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അവരാഹ്വാനം ചെയ്ത് അവരെഴുതിയിട്ടുള്ള വരികൾ, അവർ പറഞ്ഞിട്ടുള്ള കവിതകൾ ഒരു ജനതയെ പ്രചോദിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഫാസിസത്തിനെതിരായും വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും എഴുതാൻ ആത്മധൈര്യമുള്ളവർ ചുരുങ്ങുന്നു. അപ്പൊ ഒരു ചിന്തയുടെ ജീർണതയാണത്. ചിന്തയില്ലാത്ത സമൂഹത്തിൽ ഫാസിസമേ വളരുകയുള്ളൂ, ജനാധിപത്യം വളരില്ല. സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും അധികാര പ്രമത്തതയും സമൂഹത്തിനെ പിടികൂടി. അധികാരത്തിനെതിരെ ശബ്ദിച്ചു സാഹിത്യകാരന്മാർ. അധികാര പ്രമത്തതയ്ക്കെതിരെ അവർ ഉജ്ജ്വലമായിട്ടുള്ള വരികൾ എഴുതി. കടമ്മനിട്ട് എഴുതി, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എഴുതി. ആരോർക്കുന്നു അവനവനെ കുറിച്ച്? ഭരണത്തിൽ കയറിയാൽ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ അവസ്ഥ, ഞങ്ങൾ മാത്രം ഭരിക്കാൻ വിധിക്കപ്പെട്ടവർ. കീഴാള ജനസഞ്ചയത്തിന്റെ ഒരു അധികാരമുണ്ട്. ആ അധികാരമാണ് സ്വച്ഛന്തമായി പ്രവഹിക്കുന്ന അധികാരം. ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അധികാരമാണ്. ആ സാധാരണക്കാരന്റെ അധികാരത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ഏറ്റവും വലിയ ശക്തമത്തമായി പ്രവഹിക്കുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം നിലവിൽ വരിക. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ ഭരണാധികാരി ചെയ്ത പ്രക്രിയകൾ മുഴുവൻ നമുക്കറിയാം, പറഞ്ഞ നുണകൾ മുഴുവൻ നമുക്കറിയാം. ആ നുണകളിലൂടെ ഏറ്റവും പ്രകോപനകരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ട് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ചൊരു ജനതയെ ഏറ്റവും വിഭാഗീയവൽക്കരിച്ചപ്പോൾ ജനത അതിന് വോട്ടെടുപ്പിലൂടെ അവർ പ്രതികാരം വീട്ടിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ ഗഹനമായ മുറിവുകൾ ഉണങ്ങാൻ ഇനിയും എത്രയോ ദശകങ്ങൾ വേണ്ടി വരും.
അവിടെയാണ് ചിന്തയുടെ പ്രസക്തി, അവിടെയാണ് സാഹിത്യത്തിൻ്റെ പ്രസക്തി, അവിടെയാണ് അർപ്പണബോധമുള്ള എഴുത്തിൻ്റെ പ്രസക്തി. അപ്പൊ നേരത്തെ പറഞ്ഞ സാഹിത്യകാരന്മാരൊന്നും പുസ്തകം രചിച്ചിട്ടുള്ളത് പണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പലരും എഴുത്തുകാരായിട്ട് വരുമ്പോൾ, എല്ലാവരും ഇല്ല, പലരും അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഏറ്റവും അധാർമികമായിട്ടുള്ള പാതയിലൂടെ പുസ്തകത്തിനെ വിറ്റഴിക്കാനും ആ പുസ്തകം പല പുസ്തകോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് ഖ്യാതി നേടുവാനും അന്തസത്ത ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പുസ്തകങ്ങൾ പോലും വിറ്റഴിക്കുന്ന പ്രക്രിയയിലേക്കും സമൂഹം മാറുന്നു. സർഗാത്മകത നല്ലതാ, എഴുതുന്നതും നല്ലതാണ്, പ്രസംഗിക്കുന്നതും നല്ലതാണ്, നൃത്തം ചെയ്യുന്നതും നല്ലതാണ്, പാട്ടുപാടുന്നതും നല്ലതാണ്. പക്ഷെ ഒരു സാഹിത്യകാരൻ എപ്പോഴും തൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കൃതി രചിച്ചുകൊണ്ട് പിന്നെ നിദ്രയിൽ കിടന്നാൽ അതിൻ്റെ അർത്ഥം ആ സാഹിത്യകാരൻ താൻ മനുഷ്യനാണ് എന്നുള്ള ബോധം ഇല്ലായ്മയിലാണ് എന്നാണ് അർത്ഥം. സാഹിത്യകാരൻ ഒരിക്കലും വിശ്രമിക്കാൻ പറ്റില്ല. ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി നടത്തിയാലും ആ സാഹിത്യകാരൻ പിന്നെ ഓർക്കണം, ഞാൻ സാഹിത്യകാരൻ മാത്രമല്ല, മനുഷ്യൻ കൂടിയാണെന്ന്. ആ മനുഷ്യൻ എന്നുള്ള ബോധം അദ്ദേഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും വീണ്ടും ഉജ്ജ്വലമായ രചനകൾ വരിക. അനീതികളെ ചോദ്യം ചെയ്തുകൊണ്ട്, അധർമ്മത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രചനകൾ, ആ ആന്തരികമായ തൻ്റെ ഭാവനയെയും തൻ്റെ ചിന്താകളെയും ഏറ്റവും വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നല്ല നല്ല നോവലുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്, കഥകളുണ്ടായിട്ടുണ്ട്, കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ സർഗശേഷിയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴും ഒരു രചന നടത്തുന്ന ആളുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യം സാമൂഹിക പ്രതിജ്ഞാബദ്ധതയാണ്. ഈ പറയുന്ന സാധാരണക്കാരനെ ഏറ്റവും വലിയ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവനെ മുന്നണിപ്പടയാളിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്നു. അങ്ങനെ എത്രയെത്രയോ കഥാപാത്രങ്ങൾ ലോകത്തിൻ്റെ വിശ്വസാഹിത്യ വേദികളിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ രചയിതാക്കളുടെ ബുദ്ധിയിൽ നിന്ന് പ്രവഹിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ലോകത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. വിശക്കുന്ന ഒരു കുട്ടി ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ് ആ ഭക്ഷണം ഒരു പീടികയിൽ നിന്ന് എടുക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടിയെ 2 നായ്ക്കൾ വന്ന് ആക്രമിച്ചുകൊണ്ട് കടിച്ച് പിച്ചി ചീന്തുന്നു. അത് കണ്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു കുട്ടി ചിരിക്കുമ്പോൾ അവൻ കുറച്ച് ധനിക കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയായതുകൊണ്ട് ആ കടിച്ചു കീറുന്ന കുട്ടിയെ ആ മാരകമായിട്ടുള്ള പ്രക്രിയയിൽ നിന്ന് രക്ഷിക്കാൻ ഒരുമ്പെടാതെ അവിടെ ചിരിക്കുമ്പോൾ അത് എഴുതിയിട്ടുള്ള ഗ്രന്ഥകർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇങ്ങനെ ഒരു സൃഷ്ടി നടത്തിയിട്ടുള്ള ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എന്തിനാണ് എന്ന് ലോകപ്രശസ്തനായ സാഹിത്യകാരൻ ദസ്തോവ്സ്കി. അത് ചോദിക്കാൻ ധൈര്യമുള്ള ഒരാൾക്കാരുണ്ടോ? ഈ ദൈവത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരാൾ, അനാചാരങ്ങളുടെ മൂർത്തിമദ്ഭാവമായ ദൈവങ്ങളെ ചോദ്യം ചെയ്യാൻ വിശ്വാസികളെ ഒന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും നിലനിൽക്കുന്ന ദൈവങ്ങളെ ചോദ്യം ചെയ്യാൻ, ഇപ്പം ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ ഒരു ഭരണാധിപനാണ് ഇന്ത്യയിൽ പ്രസംഗിച്ച് നടന്നത്. ഞാൻ ബയോളജിക്കൽ പ്രോഡക്റ്റ് അല്ല, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ഒരു ഇന്ത്യൻ ഭരണാധികാരി എഴുതിയപ്പോൾ എത്ര പേര് അതിനെതിരായിട്ട് എഴുതി? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെതിരായിട്ട് പ്രസംഗിച്ചു, അതിനെതിരായിട്ട് എഴുതി. പക്ഷെ സാഹിത്യകാരന്മാർ, EMS തുറന്നു വെച്ചൊരു ജാലകമുണ്ട്: അനീതിയെ എതിർക്കുക, വിഷലിപ്തമായ ചിന്തയെ എതിർക്കുക. അതിനെതിരെ എതിർക്കാൻ ആൾക്കാർ വിരളമാണ്. റമീള താപ്പറോട് ബയോഡാറ്റ ചോദിച്ചിട്ടുള്ള ഭരണാധികാരിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോക ചരിത്രകാരിൽ അഗ്രഗണ്യ എന്ന് പറയാം. അവരോടാ ചോദിക്കുന്നത്, നിങ്ങളുടെ ബയോഡാറ്റ എന്താ? വിശ്വവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള വിശ്വപ്രസിദ്ധ ഗ്രന്ഥം എഴുതിയിട്ട് അതിൻ്റെ എപ്പിലോഗിൽ അവസാനം ഒരു വരി എഴുതുന്നുണ്ട്: ഐ റോട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ബട്ട് വാട്ട് ഹാവ് ഐ ഡിസ്കവേർഡ്? ഞാൻ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതി, പക്ഷെ ഞാൻ എന്താ കണ്ടുപിടിച്ചത്? ചോദ്യം ഇന്ത്യക്കാരനോട്. ഓരോരുത്തരുടെ വീക്ഷണത്തിൽ നിങ്ങളുടെ ഇന്ത്യയെ കണ്ടുപിടിക്കുക. വൈവിധ്യത്തിൻ്റെ ഇന്ത്യ, ബഹുസ്വരതയുടെ ഇന്ത്യ. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് ഇന്ത്യയിലെ ജനകോടികളിൽ എത്ര പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചിട്ടുണ്ട്? എന്തിനാണ് സാഹിത്യകാരൻ എഴുതുന്നതെന്ന് പണ്ട് ചോദ്യം ചോദിച്ചിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. പല വിമർശനങ്ങളും അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് എഴുതുന്നത് വായിക്കാനും വായിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇന്ന് സാമ്പ്രദായിക രീതിയിലേക്ക് പോരുമ്പോൾ വായിക്കാൻ സമയമില്ല. നെഹ്റു പറഞ്ഞ ആശയങ്ങൾ ഇന്ത്യയുടെ മുന്നിലുണ്ട്. അത് വായിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ അവരിൽ നിന്ന് പ്രവഹിച്ചു. നെഹ്റു ജയിലിൽ കിടന്ന് 9-10 കൊല്ലം.
അപ്പൊ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വാർഡൻ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഈ നെഹ്റുവിനെ കാണും, ജയിലിലേക്ക് വരുന്നു. 1 കൊല്ലം കഴിഞ്ഞാൽ പോയി, പിന്നെയും 1 കൊല്ലം കഴിഞ്ഞാൽ വരും. അപ്പൊ ഈ വാർഡൻ ചോദിച്ചു, ജവഹർലാൽ നിങ്ങൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പണി എന്താന്ന് ചോദിച്ചു. അപ്പം നെഹ്റു തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ ചെയ്ത്, എന്താ പഠിച്ചത്? ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA എടുത്തു, എനിക്ക് ജോലിയും കിട്ടി, ഞാൻ ബ്രിട്ടീഷ് ജയിൽ വാർഡനാണ്, നല്ല ശമ്പളമുണ്ട്. അപ്പം നെഹ്റുവിനോട് ചോദിച്ചു ഇദ്ദേഹം, നിങ്ങളെന്താ ചെയ്ത്? ഞാൻ അതേ ഓക്സ്ഫോർഡിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, വേറെ പല സർവകലാശാലകളിൽ പല വിജ്ഞാനവും ശേഖരിച്ചു, പക്ഷെ ഞാൻ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് ഞാൻ ജയിലിൽ പോയി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ വായനയ്ക്ക്, ജയിലിൽ പോകേണ്ടി വരും, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. സഖാവ് EMS പോയി, ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ സമകാലികന്മാർ പോയി, ഒക്കെ വായനയാണ് പ്രശ്നമാക്കിയത്. അതുകൊണ്ടായിരിക്കും ബഹുഭൂരിഭാഗം ഇന്ത്യക്കാരൊന്നും വായിക്കാതിരിക്കുന്നത്. അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനം വായിപ്പിക്കുന്ന പ്രസ്ഥാനമാക്കുക എന്നാണ് കേദാമോദരനും EMSഉം പറഞ്ഞത്. സർഗാത്മകതയുടെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറണം ഇടതുപക്ഷ പ്രസ്ഥാനം. സർഗാത്മകത അനർഗളമായി പ്രവഹിക്കണം. അങ്ങനെ പ്രവഹിക്കുമ്പോഴാണ് പുതിയ ചിന്തകളെ കേരളത്തിൻ്റെ മണ്ണിൽ നമുക്ക് വളർത്താൻ സാധിക്കും. മാഷ് പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയെയും അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയെയും നമുക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയണം. സാഹിത്യം അതിന് നമ്മളെ ഉപകരിക്കും. മനുഷ്യൻ്റെ വ്യത്യസ്ത വിചാരങ്ങളെക്കുറിച്ച് സാഹിത്യം നമ്മളോട് പറയുമ്പോൾ, കവിതകളിലൂടെയും കഥകളിലൂടെയൊക്കെ പറയുമ്പോൾ, ദുഃഖിക്കുന്ന മനുഷ്യൻ, ദുരിതം പേറുന്ന മനുഷ്യൻ, ആ ദുരിതം പേറുന്ന മനുഷ്യൻ ദുരിതത്തിലും പാട്ടുപാടും. പറഞ്ഞത് വിശ്വപ്രസിദ്ധ ചിന്തകൻ ബൃഹത്. ദുരിതത്തിലും അവൻ പാട്ടുപാടും. പക്ഷെ ആ പാടുന്ന പാട്ട് ദുരിതത്തിൻ്റെ മാത്രമായിരിക്കുകയില്ല. ആ പാടുന്ന പാട്ട് ദുരിതത്തിനെതിരായിട്ടുള്ള പാട്ടുമാകും. ആ ദുരിതത്തിനെതിരായിട്ടുള്ള പാട്ട് പാടുമ്പോഴാണ് അവൻ്റെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുക. ആ ശുഭാപ്തി വിശ്വാസം അവനെ മാറ്റത്തിൻ്റെ ചാലകശക്തിയാക്കി മാറ്റും. ബൃഹത്ത് പറഞ്ഞു. അവിടെയും വായന തന്നെയാണ് ദുരിതത്തിനെതിരായിട്ടുള്ള പാട്ട് പാടാൻ. ഈ ദുരിതമെല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞു നടക്കുന്നൊരു സമൂഹത്തിനെയാണ് ഇവർക്ക് സൃഷ്ടിക്കാൻ താല്പര്യം. അതിനെതിരായിട്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറും എടശ്ശേരിയും എല്ലാം അവരുടെ തൂലികകൾ ചലിപ്പിച്ചത്. ഒരാൾ പോലും ആ കാലഘട്ടത്തിൽ വായിക്കാത്ത രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുണ്ടായിരുന്നില്ല. സഖാവ് EMS ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവസാന കാലഘട്ടത്തിൽ ബാലറാമിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ബാലറാമിനോട് EMS പറഞ്ഞു, ബാലറാമ, ഭാരതീയ ചിന്തയെക്കുറിച്ചൊരു പുതിയ ബൃഹത്ത് വോളിയം എഴുതണം, എനിക്ക് ആരോഗ്യം തീരെ വയ്യ. ബാലരാമന് കഴിയും, നിങ്ങൾ എഴുതൂ. മനമില്ലാ മനസ്സോടെ സഖാവ് EMS പറഞ്ഞതുകൊണ്ട് ബാലരാം സമ്മതിച്ചു പോന്നു. പക്ഷെ ബാലരാമും 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതനോട് പറയാ, ഇന്ന് കുറച്ച് വിവരം ഉണ്ടെങ്കിൽ ആ ആൾക്ക് മറ്റേ വിവരത്തിനോട് അസൂയായി. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് അസൂയയുടെയും അപകർഷതാബോധത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും കാലഘട്ടം. ഒരാളൊരു പുസ്തകം എഴുതി ആദ്യം വിമർശിക്കാണ്ടാവും പലരും. അന്യോന്യം അഭിനന്ദിക്കുന്ന ഏർപ്പാടില്ല. നർമ്മരസം ഇവരുടെ ഒരു നിതാന്ത സഹചാരികളായിരുന്നു. നർമ്മരസം ഈ വിജ്ഞാനം കൂടുമ്പോൾ EMS കേരളത്തിൽ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും മഹാപണ്ഡിതനായ ഒരു നേതാവാണെങ്കിലും നർമ്മം കൈമുതലായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതാണ് എങ്ങനെയാണ് ഇത്ര വലിയ വിഷയങ്ങളെക്കുറിച്ച് അവർക്കൊക്കെ എഴുതാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രത്യേക ഘടകമത. കലാമണ്ഡലത്തിൻ്റെ 35ാമത്തെ വാർഷികം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ 30 മുതൽ 40 വരെയുള്ള കാലഘട്ടത്തിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സാഹിത്യകാരന്മാർക്ക് പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിശാല ചിന്താഗതിയും നർമ്മരസത്തിനെയും കുറിച്ച്. അപ്പോൾ EMS അവിടെ ഉദ്ഘാടനം അച്യുതമേനോൻ അധ്യക്ഷൻ, ആശംസാ പ്രസംഗം ഒളപ്പമണ്ണിയും പിന്നെ എൻ്റെ പിതാവ് കൊളാടിയും. അപ്പോൾ എല്ലാവരും 9:30 മണിക്കെത്തി, 10 മണിക്കാണ് അവിടെ യോഗം തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ട് കൊളാടി മാത്രം അവിടെ എത്തിയിട്ടില്ല. 10:15 പൊന്നാനിയിൽ നിന്ന് ഷൊർണൂർക്ക് എത്തുന്നത്. അപ്പോൾ EMS അവിടെ ഇങ്ങനെ ഇരിക്കുക. വന്ന ഉടനെ ഒരു ചോദ്യമാണ്. വിയർത്ത് കുളിച്ചുകൊണ്ടാണ് കൊള്ളാടി പോകുന്നത് EMSൻ്റെ മുന്നിലേക്ക്, ഇങ്ങനെ അഭിമുഖീകരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ EMS പറയാ, കോയിനംകുട്ടി വന്നൂല്ലേ, ഇനി നമുക്ക് യോഗം തുടങ്ങാം. ആ ഒറ്റ പദപ്രയോഗം കൊണ്ട് വിയർപ്പ് കൂടുതലായി. അങ്ങനെയാണ് ഒരു മനുഷ്യനോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക എങ്ങനെ കൃത്യനിഷ്ഠമൊക്കെ പാലിക്കണമെന്ന്. പ്രസ്ഥാനങ്ങൾ രണ്ടായിരിക്കാം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലാണ് പ്രവർത്തിക്കുന്നതായിരിക്കാം, പക്ഷെ അവരൊക്കെ നിതാന്ത ഹൃദയബന്ധത്തിൻ്റെ ഉടമകളായിരുന്നു. അതാണ് സാഹിത്യം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഉണ്ടാകുന്ന വലിയൊരു ഗുണം. മനസ്സ് വിശാലമാക്കുമ്പോൾ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റും. എല്ലാം ഒന്ന് തന്നെ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് EMSഉം അല്ലെങ്കിൽ സമകാലികന്മാരും എത്തിയിട്ടുണ്ട്.
ആശയമൊക്കെ നിശ്ചയദാർഢ്യത്തോടു കൂടി പറയും, അത് വേറെ പക്ഷേ വ്യക്തിബന്ധത്തിനൊരു പോറലും ഏൽപ്പിക്കുകയില്ല. ഇന്ന് ഒരാൾ വേറൊരാളെ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് വിമർശിച്ച പിന്നെ ആജീവനാന്തം പിന്നെ മിണ്ടില്ല. അതിസാഹിത്യത്തിൻ്റെ വായനാശീലത്തിൻ്റെ ജീർണത കൊണ്ട്, മനസ്സ് വിശാലമാക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് സഖാവ് EMS ഈ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സാഹിത്യത്തിൻ്റെ പുരോഗമനം വളരെയധികം കേരളത്തിൽ പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ അതിന് കുറച്ച് ജീർണത സംഭവിച്ചിട്ടുണ്ട്. കാരണം ആത്മധൈര്യത്തോടു കൂടി ചോദിക്കാൻ പല ആൾക്കാരും കുറയുന്നു. കുറച്ച് ആൾക്കാർ മാത്രം എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ആത്മധൈര്യത്തോടു കൂടിയിട്ട് ഫാസിസ്റ്റുകളുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയുമ്പോൾ എന്തേ ബഹുഭൂരിഭാഗത്തിനും അത് സാധിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ വളരെ ആത്മപരിശോധന നടത്തണം. അത്തരത്തിലുള്ള സത്യസന്ധമായൊരു ആത്മപരിശോധനയാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ താൽക്കാലികമായിട്ടുള്ള അപജയത്തിനെ മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. അതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് വായിക്കുക, പുതിയ ചിന്തകളെ ഉണ്ടാക്കുക. ലോക സാഹിത്യത്തിലും കേരളത്തിലെ സാഹിത്യത്തിലും നടന്നിട്ടുള്ള പുതിയ പുതിയ നവീനമായ ചിന്തകളെ നമ്മൾ സ്വായത്തമാക്കിക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു പുരോഗമനത്തിൻ്റെ പ്രത്യാശയുടെ ഏറ്റവും വലിയ വക്താക്കളായിട്ട് മുന്നേറുന്നവൻ്റെ പേരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും പ്രതീകമായിട്ട് മുന്നോട്ട് ചലിക്കുമ്പോൾ പുതിയ ചിന്തകൾ ഈ പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരിണാമത്തിന് നമ്മളെ അതിനെ സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാസഖാവിനെ മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.